കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രൊമോയിൽ കാണിക്കുന്നത് കളരിക്കലിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയ കൃഷ്ണയുടെ മുമ്പിലേക്ക് ചെല്ലുവാണ്ടോ ഗാഥ. അന്നേരം കൃഷ്ണയോട് പൊട്ടിത്തെറിക്കുവാണ് ഗാഥ. നീ ഇന്നലെ നവീനൊപ്പം കാണിച്ച എല്ലാം ഞാൻ കണ്ടടി. നീ മനഃപൂർവ്വം നവീനെ കാണാനും നവീൻ്റെ ഒപ്പം സംസാരിക്കാനും അവനോട് അടുത്തിടപഴകാനും വേണ്ടിയല്ലേ രാത്രി ആ സമയത്ത് അങ്ങോട്ടേക്ക് വന്നത്. ഇനി മേലാൽ നവീൻ്റെ നന്മയ്ക്ക് വേണ്ടി, നവീൻ്റെ ആയുസിന് വേണ്ടി, എന്നെ നല്ല ജീവിതത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഈ കളറിക്കലിൻ്റെ പടിയും കാണും നീ കയറിയ പിന്നെ നിന്നെ ജീവനോടെ തിരികെ പോകാൻ ഈ ഗാഥ അനുവദിക്കില്ല. മനസ്സിലായോടി നിനക്ക്? കടന്നു പോടി. അങ്ങനെ പറഞ്ഞ് കൃഷ്ണയെ അവിടെ നിന്നും ആട്ടിപ്പുറത്താക്കുവാണ്ടോ ഗാഥ. അങ്ങനെ ഗാഥയുടെ വാക്കുകളൊക്കെ കേട്ട് കൃഷ്ണക്ക് വല്ലാത്ത സങ്കടം തോന്നുവാണ്. പിന്നീട് വീട്ടിൽ തിരിച്ചെത്തുന്ന കൃഷ്ണനെയാണ് കാണിക്കുന്നത്. അങ്ങനെ കൃഷ്ണ കാണുന്നത് തങ്ക ഓടിച്ചെല്ലുവാണ്. കൃഷ്ണയോട് ദേഷ്യപ്പെടുന്നൊക്കെയുണ്ട്. നീ എന്തിനാ അവിടെ പോയത്? നിന്നെ അവിടെ നിന്ന് എല്ലാവരും കൂടി പറഞ്ഞു വിട്ടതല്ലേ? ചെയ്ത ജോലി വേഷം എല്ലാം അഴിച്ചു വെച്ച് അവിടെ നിന്ന് ഇറങ്ങിയതല്ലേ നീ? പിന്നെ നീ എന്തിനാ വ്രതം പൂജ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവർ നിർബന്ധിച്ചപ്പോൾ അവിടെ നിന്നത്? അന്നേരം കൃഷ്ണ മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളെയൊക്കെ കുറിച്ച് പറയുക. അതൊക്കെ കേൾക്കുമ്പോൾ തങ്കത്തിനങ്ങ് ഭ്രാന്ത് കയറുക. ഓ തുടങ്ങി. കടം വീട്ടിൽ സിത്താര മാഡത്തിനെ കണ്ട അവിടെ ഒരു കടം, മുത്തശ്ശിയെ കണ്ട അവിടെ മറ്റൊരു കടം. കേട്ട് ഞാൻ മടുത്തു. അന്നേരം കൃഷ്ണ ചിരിച്ചുകൊണ്ട് പറയണേ, ഓ ശരി, എന്നാലേ ഞാൻ ഇനി എങ്ങോട്ടും പോകുന്നില്ല, അമ്മയോടൊപ്പം ഇവിടെ തന്നെ ഇരിക്കാം. എന്താ അപ്പം അമ്മക്ക് സന്തോഷമാകുമോ? എൻ്റെ അമ്മേ ഇങ്ങനെ പേടിച്ചാലോ? ഒരു പ്രശ്നമില്ലാതെ ഞാൻ തിരിച്ചെത്തിയില്ലേ, പിന്നെന്താ അമ്മയുടെ പ്രശ്നം? നവീനൊരാപത്തെന്ന് പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റുമോ അമ്മേ? നവീനെ രക്ഷിക്കാൻ വേണ്ടി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമല്ലേ ഇത്. അത് ചെയ്തതിൽ എനിക്കൊരു തെറ്റോ കുറ്റബോധമോ ഒന്നും തോന്നിയിട്ടില്ല. പിന്നീട് കാണിക്കുന്നത് ദേഷ്യത്തിൽ അകത്ത് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരിക്കുന്ന ഗാഥേനെയാണ്. ഗാഥയുടെ മനസ്സിലാണെങ്കിൽ ഇന്നലത്തെ കാര്യങ്ങൾ മാത്രമാണ്. നവീനും കൃഷ്ണയെ അടുത്തതും നവീൻ കൃഷ്ണയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചതും ആ കാര്യങ്ങളൊക്കെ ഓർത്ത് ആകെ കലുതുള്ളി നിൽക്കുവാണ് കേട്ടോ ഗാഥ. ഈ സമയത്തായിരിക്കും ഇന്നലെ നവീൻ മേടിച്ചുകൊണ്ട് വന്ന പേരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു പാത്രത്തിൽ മുറിച്ചെടുത്ത് സുമിത്ര ഗാഥയുടെ അടുക്കിലേക്ക് ചെല്ലുന്നത്. ഈ സമയം കീർത്തിയും നിർമ്മലയൊക്കെ അവിടെ ഉണ്ടാകും കേട്ടോ. അന്നേരം സുമിത്ര പറയണേ, മോളെ ഇതാ മോൾ ഇന്നലെ നവീനോട് കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞ് വാങ്ങിച്ചതല്ലേ ഈ പേരൊക്കെ, എന്നിട്ട് കഴിക്കാതെ വെച്ചേക്കുവാണോ? അമ്മതാ കഴുകി അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, മോള് കഴിക്കരുത്. അന്നേരം കൃഷ്ണയ്ക്ക് ഇഷ്ടപ്പെട്ട ആ പേരക്ക തൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് കഴിക്കാൻ പറയുന്നത് കേൾക്കുന്നതോടുകൂടി ഗാഥയുടെ കൺട്രോൾ അങ്ങ് നഷ്ടപ്പെടുവാണ്. ഗാഥ ദേഷ്യത്തിൽ ആ പ്ലേറ്റ് തട്ടിത്തെറിപ്പിക്കുവാണ് കേട്ടോ. അതുകൊണ്ട് സുമിത്രയും നിർമ്മലയും കീർത്തിയും എല്ലാവരും ഞെട്ടി നിൽക്കുവാണ്. ശബ്ദം കേട്ട് മുത്തശ്ശിയും വന്ന് ആ കാഴ്ച കണ്ട് ഞെട്ടലോടും ദേഷ്യത്തോടും കൂടി നിൽക്കുക. എന്നിട്ട് മുത്തശ്ശി ഗാഥയോട് ചോദിക്കണേ, ഗാഥെ എന്തായി കാണിച്ചത്? എന്താ അഹങ്കാരം നീ കാണിച്ചു കൂട്ടുന്നത്? ഞാൻ തട്ടിയെറിഞ്ഞതാണല്ലോ നിങ്ങളുടെ പ്രശ്നം, എന്നാൽ പിന്നെ ഇനി ഞാൻ എന്താ കാണിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ കണ്ടോ? അങ്ങനെ പറഞ്ഞ് അവിടെ ഇരുന്ന ഫ്രൂട്ട്സിൻ്റെ ഒരു പാത്രം ഉണ്ടല്ലോ, അതും ദേഷ്യത്തിലെടുത്ത് താഴത്തേക്കിട്ട് പൊട്ടിക്കുവാണ് കേട്ടോ. ഈ ഗാഥ ശ്രീനിവാസനോട് പ്രതികരിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പ്രതികരിച്ച് ഞാനൊന്ന് കാണട്ടെ, അങ്ങനെ പറഞ്ഞ് വെല്ലുവിളിച്ച് ഒരു കൂസലുമില്ലാതെ നിൽക്കുവാണ് കേട്ടോ ഗാഥ. ഗാഥയുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് മുത്തശ്ശിക്ക് അങ്ങ് ദേഷ്യം വരുവാണ്. കൺട്രോൾ പോയ മുത്തശ്ശി ഗാഥയുടെ കരണക്കുറ്റിക്ക് തന്നെ ഒന്ന് പൊട്ടിക്കുവാണ് കേട്ടോ. അതുകൊണ്ട് ഞെട്ടലോടുകൂടി വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് സുമിത്ര. ഗാഥയും ആകെ ദേഷ്യത്തിലും കാലിതുള്ളി എല്ലാവർക്കും മുമ്പിൽ നാണം കെട്ടി നിൽക്കുവാണ്. ഈ കാഴ്ച കാണുമ്പോൾ നിർമ്മലക്കും കീർത്തിക്കും മനസ്സിൽ ലഡ്ഡു പൊട്ടിയ പോലെ സന്തോഷമാകുവാണ് കേട്ടോ. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, കുറേയായി നിൻ്റെ അഹങ്കാരം സഹിക്കുന്നു, ഇനി അത് കണ്ടുകൊണ്ട് നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല. നിങ്ങളെന്നെ തല്ലിയല്ലേ, ഈ ഗാഥ ശ്രീനിവാസനെ തല്ലിയല്ലേ, കാണിച്ചു തരാം ഞാൻ. അങ്ങനെ പറഞ്ഞ് കലികൊണ്ട് നിൽക്കുവാണ് ഗാഥ. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്